ഗൈസ്, അപ്പം ഇന്ന് ഡേ 2 ഓഫ് ഡോക്യുമെന്റിംഗ് മൈ സക്സസ്ഫുള്ളി രണ്ടാം ദിവസം വീഡിയോ. ആൻഡ് ഇന്നത്തെ കാര്യം പറയുന്നതിന് മുന്നേ ലിറ്ററലി ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് ഞാൻ ഒരു 12 മണി കഴിഞ്ഞ സമയത്ത് ഇട്ട വീഡിയോ. അത് മെയിൻ കാരണം ഞാൻ പറയാൻ കുറെ ഓവർ തിങ്ക് ചെയ്തു. പോസ്റ്റ് ചെയ്യണം അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കുറെ സമയം ഞാൻ കളഞ്ഞു. പിന്നെ പോസ്റ്റ് ചെയ്ത് ആൻഡ് എനിവേ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പോസ്റ്റ് ചെയ്തു. ആൻഡ് എൻ്റെ ആ വീഡിയോയുടെ അടിയിലത്തെ കമന്റ് സെക്ഷൻ അയ്യോ എനിക്ക് എന്നത് എത്രത്തോളം ഹാപ്പി ആക്കിയെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദാറ്റ് മെയ്ഡ് മൈ ഡേ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും കരച്ചിലും എല്ലാം കൂടെ വന്നു. ഇത്രയും നല്ല ആൾക്കാരെ എന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഇട്ടു. ഇന്നേ വരെ എൻ്റെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാത്ത ആൾക്കാർ അതിൻ്റെ ഇടയിൽ വന്ന് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ അത്രയും പേടിച്ചൊരു കാര്യം ചെയ്തപ്പോൾ എന്നെ ഒരാൾ പോലും അതിനകത്ത് ഒരു എന്താ പറയുക നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും യു ക്യാൻ ഡു ഇറ്റ് ഭയങ്കര ഈവൻ ഇമോജി ആണെങ്കിൽ പോലും ദറ്റ് മീൻസ് എ ലോട്ട്. ശരിക്കും ഫ്രണ്ട് ഹാർട്ട് ഞാൻ പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. എനിക്ക് വീണ്ടും രണ്ടാമത്തെ ദിവസം വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നെ ഭയങ്കരമായിട്ട് അത് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മോട്ടിവേഷൻ ഒക്കെ കാരണം രണ്ടാം. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ ഞാൻ സംസാരിക്കും. ഞാൻ യൂട്യൂബിൽ ഞാൻ എൻ്റെ കുറച്ച് തോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടും. അപ്പോൾ അത് ആർക്കെങ്കിലും ചിലപ്പോൾ ഇൻസ്പയർഡ് ആയാലോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്താലോ അതുകൊണ്ട്. അപ്പം കാര്യം തന്നെ ഞാനൊരു 7 years ബാക്ക് വരെ ഞാൻ യൂഷ്വലി ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച് സ്റ്റേജുകളൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായി. എനിക്ക് പക്ഷേ അന്നത്തെ ഒരു ഫോട്ടോ വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. അന്നത്തെ കാലം അങ്ങനെ ഒന്നുമില്ല. അന്നുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ എവിടേക്കോ പോയി. അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാൻ. ഡാൻസ് കളിക്കാമെന്ന് മാത്രമല്ല, എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചവർക്കറിയാം, വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ എല്ലാ പരിപാടിക്കും ചെയ്യായിരുന്നു. ഈ ക്ലാസ് ഇരിക്കുന്നേക്കാൾ കൂടുതൽ പ്രാക്ടീസിൽ പോകുന്നത് കലോത്സവം വരുമ്പോൾ അതിന് കവിത, ഡാൻസ്, തിരുവാതിര, സംഘഗാനം, പിന്നെന്താ അങ്ങനെ എന്തൊക്കെ പരിപാടിക്ക് നമുക്ക് കയറാവും അതിനെല്ലാം ഞാൻ കയറിക്കൊണ്ടിരുന്നത്. അപ്പം ഓക്കെ അത് നമുക്ക് മാറ്റി. അപ്പോൾ ഡാൻസിൻ്റെ അപ്പം ഞാൻ അങ്ങനെ 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ഞാൻ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. 10ാം ക്ലാസ് ആണ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഞാൻ അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ച് പോയി. +1 കോളേജായി. പിന്നെ ഞാൻ ഇത് ബാംഗ്ലൂരിലേക്ക് ജോലിക്കായിട്ട് പോയി. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇങ്ങനെ വേറെ പിള്ളേരെ പെർഫോം ചെയ്യുന്നൊക്കെ കാണുമ്പോൾ അയ്യോ ഒരു സമയത്ത് ഞാനും ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറയായിരുന്നു. അമ്മയോട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കണം, എനിക്ക് ഇനിയും പഠിക്കണം, ആയിക്കോട്ടെ അങ്ങനെ പ്രോഗ്രാംസിനൊക്കെ പോകാനായിക്കോട്ടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഒരിക്കൽ പോലും വേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇഷ്ടമാണ് ചെയ്യും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് എനിക്ക് എപ്പോഴും പഠിച്ചിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഉത്സവം ഇവിടെ വരാൻ പോകുന്ന എന്തെങ്കിലും ഇവിടെ ആര്യ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. അപ്പം എന്നെ നേരത്തെ പഠിപ്പിച്ച് ഭാർഗവിയമ്മ എന്ന് പറഞ്ഞ ടീച്ചർ നമ്മൾ പഠിക്കാൻ തുടങ്ങി. ഒരു ദിവസം വന്നു ബാംഗ്ലൂരിൽ നിന്ന്. വന്നിട്ട് ഒരു 2 ദിവസം ഞാൻ അവിടെ നിന്ന് പാട്ടും ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തു. ചേച്ചിനെ പഠിപ്പിച്ചു, കുറച്ച് അങ്ങനെ കളിച്ചൊക്കെ നോക്കി. ലൈക്ക് 7 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഡാൻസ് കളിക്കാം. അതിൻ്റെതായ കുറേ ഇതുണ്ട്. ടച്ച് വിട്ടെന്നൊക്കെ പറഞ്ഞാൽ 7 വർഷം ഗ്യാപ്പ് വരുമ്പോഴത്തേനും നല്ല ഇതാവും. പിന്നെ ഞാൻ ഭയങ്കര നല്ല ഡാൻസർ ഒന്നും ഞാൻ ഒരു ആഗ്രഹിച്ചു. എനിക്ക് ഇഷ്ടമായിരുന്നു, ഇഷ്ടം കൊണ്ട് ഇപ്പോഴും ഞാൻ ആഗ്രഹം കൊണ്ടിട്ട് ഞാൻ വീണ്ടും പോയി റീജോയിൻ ചെയ്തു. എന്താ പറഞ്ഞത്, നാളെ 7 മണി നമ്മുടെ അമ്പലത്തിൽ ഞാൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ. പക്ഷേ കിള്ളി പോയിരിക്കുക, പേടിച്ചിട്ട് പുകയൊക്കെ പോകുന്ന അവസ്ഥ. ഇങ്ങനെ ഇടയ്ക്ക് എന്നെ സൗണ്ട് അതിൽ വന്ന് എന്തൊക്കെ ചോദിച്ചാൽ ഞാൻ അല്ലെങ്കിൽ എന്നെ ടെൻഷൻ എന്നൊക്കെ വെച്ചാൽ ഡ്രസ്സ് എന്താ അങ്ങനത്തെ ഇതൊക്കെയാണ്. ഡ്രസ്സ് ഓർണമെന്റ്സ് അയ്യോ ശരിയാക്കണം, ഇത് ശരിയാക്കണം. എനിക്കൊന്നുമില്ല. എനിക്ക് നാളത്തെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് എന്ത് കളിക്കും എന്നുള്ളതാണ്. ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ചു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാളെ സ്റ്റേജിൽ കയറാൻ പോകുന്നത്. അതായിരുന്നു ഇന്നത്തെ വിശേഷം. ഞാൻ എന്തായാലും മറ്റേ ഫുൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഞാൻ കുറച്ച് ഇങ്ങനെ ഷോർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ആസ് എ